ലൗദേത്തൂർ യേശുസ് ക്രിസ്തുസ്. യേശു ക്രിസ്തുവിനെ സ്തുതി. ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 6-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന് പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ റവറൻ ഡോക്ടർ ജേക്കബ് നാലുപറ MCBSന്റെ വചന വിചിന്തനമാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 37 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വചനം, 18-ാമത്തെ വചനം. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. തുടർന്ന് അടുത്ത വചനം പറയുന്നു, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായവ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈയിടെ വാട്സപ്പിലൂടെ പ്രചരിച്ച ഒരു ചർച്ചയുണ്ടായിരുന്നു, സംസാരമുണ്ടായിരുന്നു. നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയല്ലെന്ന് മാത്രമല്ല, ഇതിലെ ഏറ്റവും ചെറുതുപോലും. എന്നിട്ട് വ്യാഖ്യാനിച്ച് പറയുന്നത് എന്താണ്? ഈ നിയമം എന്ന് ഇവിടെ പറയുന്നത് തോറ തന്നെയാണ്, യൂതരുടെ തോറ, പഴയ നിയമം. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ഒരു ചെറിയ വള്ളിയോ പുള്ളിയോ പോലും മാറ്റരുത്, കൃത്യമായിട്ട് അനുസരിക്കണം, എങ്കിലേ സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. പഴയ നിയമം അക്ഷരം പ്രതി അനുസരിക്കണമെന്ന് വാദിച്ചു നിൽക്കുന്ന ഒരു വാട്സപ്പ് സന്ദേശം, അതൊരു പ്രതീകം മാത്രമാണ്. ഇവിടെ ഇന്ന് വേദപുസ്തക വായനയുടെയും വ്യാഖ്യാനത്തിൻ്റെയും മേഖലയിൽ കടന്നുകൂടിയിരിക്കുന്ന വലിയൊരു രീതിയായത് പഴയ നിയമത്തിലെ കർശനമായിട്ട് അനുസരിക്കണം, വള്ളിയോ പുള്ളിയോ മാറ്റരുത്, മാറ്റിയാൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഇത് ആത്മീയ മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു ചിന്തയാണ്. അതനുസരിച്ച് തന്നെ പഴയ നിയമമാണ് ഏറ്റവും കൂടുതൽ പലയിടങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നത്. പോരാ, പഴയ നിയമത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈശോ ഉദ്ദേശിക്കുന്നത് എന്താ? അത് മനസ്സിലാകണമെങ്കിൽ 20-ാമത്തെ തിരുവചനത്തിലേക്ക് പോകണം. ഈശോ തുടർന്ന് പറയുന്നതാ, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ പറയുന്നു. ഈശോ പറയുന്ന ഈ നീതി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ദിഖായിയോസിനെ, അതിനെ മലയാളത്തിൽ വിവർത്തനം ചെയ്യാമെങ്കിൽ നീതിയേക്കാളും നല്ലത് ധർമ്മം, നിങ്ങളുടെ ധാർമ്മികത, നിങ്ങളുടെ ആത്മീയ ജീവിതം. നിങ്ങളുടെ ഈ ധാർമ്മികത നിയമജ്ഞരുടെയും ഫരിസയരുടെയും ധാർമ്മികതയെ അതിശയിക്കുന്നില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഈശോ പറയുന്നത്, തൻ്റെ ശിഷ്യരോട് പറയുന്നത്, അക്കാലത്തുണ്ടായിരുന്ന നിയമജ്ഞരുടെയും ഫരിസയരുടെയും ധാർമ്മിക ജീവിതം, ധാർമ്മികത, അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അന്ന് നിയമജ്ഞർ ഈ പറയുന്ന തോറായെ, നിയമത്തെ വ്യാഖ്യാനിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന രീതിയിൽ പോയാൽ രക്ഷപ്പെടില്ല. അതിന് ഈശോ ജീവിതത്തിൽ ഉടനീളം ഉദാഹരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലാണ് ആദർശവാനായ ഒരു ഫരിസയനെ കൊണ്ടുവരുന്നത്. അവൻ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുക, എന്നിട്ട് അവൻ പറയുന്നത് എന്താണ്? ഞാൻ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, അത് കൂടുതലാണ്, ദശാംശം കൊടുക്കുന്നു. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഫരിസേയൻ, പ്രീശൻ. എന്നിട്ട് എന്തു പറ്റി? അവൻ ശരിയല്ലെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റായ പരിപൂർണനായ ഫരിസേയൻ, പ്രീശൻ, അവൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയില്ല എങ്കിൽ രക്ഷപ്പെടില്ല എന്ന ഈശോ പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അവർ ഫരിസയർ, നിയമജ്ഞർ അക്ഷരം പ്രതി അക്ഷരശ നിയമത്തിൻ്റെ വകുപ്പും ഉപവകുപ്പും വ്യാഖ്യാനിച്ചുകൊണ്ട്, കാരണം അവർക്ക് തോറ എന്ന് പറയുന്ന എഴുതപ്പെട്ട തോറായും വാചികമായ തോറായും ഉണ്ടായിരുന്നു, പിന്നെ അതിനൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് അനുസരിച്ചു കൊണ്ടിരുന്നവരാണ് ഫരിസയരും നിയമജ്ഞരും. അവരുടെ ധാർമ്മികതയ്ക്ക് അപ്പുറത്തേക്ക്, അതിൽ കൂടുതലായിട്ട് പോകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്നിട്ട് ഈശോ എന്താ തുടർന്ന് പറയുന്നത്? ഈശോ പറയുന്നു, കൊല്ലരുത് എന്ന് പറയുന്നു. അതിനെ അക്ഷരം പ്രതി അനുസരിച്ചതുകൊണ്ട് മതിയാകുന്നുണ്ടോ? പോരാ, നീ കോപിക്കുക പോലും ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്ന നിയമമുണ്ട്, അത് അക്ഷരം പ്രതി അനുസരിച്ചാൽ മതിയോ? പോരാ, ആസക്തിയോടെ നോക്കുക പോലും ചെയ്യരുത്,
കള്ളസാക്ഷ്യം പറയരുത്, ആണയിടരുത് എന്നുണ്ട്. അത് മാത്രം അനുസരിച്ചാൽ മതിയോ? പോരാ, നിന്റെ വാക്ക് അതെ അതെ എന്നും അല്ല അല്ല എന്നും സത്യസന്ധമായ സംസാരം എന്ന് പറഞ്ഞാൽ ഈശോ കൊണ്ടുവരുന്ന ഈ നിയമജ്ഞരെയും ഫരീസേയരെയും അതിശയിക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലല്ല, അതിലൊക്കെ ഉപരിയായിട്ട് അതിൻ്റെ ആന്തരികതയിലേക്ക് പോവുക. ആന്തരികതയിലേക്ക് പോകുന്നിടത്താണ് നീ അതിശയിക്കുന്നത് നിയമജ്ഞരുടെയും ഫരീസേയരുടെയും ധാർമ്മികതയെ. ചുരുക്കത്തിൽ ഈ തോറായുടെ നിയമത്തിൻ്റെ അതിൻ്റെ വാച്യാർത്ഥത്തിലല്ല ഊന്നൽ നൽകേണ്ടത്. പകരം അതിൻ്റെ ആന്തരിക ചൈതന്യം സംശീകരിക്കുക, അതിൻ്റെ ഉദ്ദേശം നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ജീവിതത്തിലുടനീളം ഈശോ എന്നും അനുഭവിച്ചിരുന്ന ഒരു സംഘർഷമായിരുന്നു നിയമം. തോറ കൃത്യമായിട്ട് അക്ഷരം പ്രതി അനുസരിക്കുന്ന നിയമജ്ഞരും ഫരിസേയരുമായിട്ടുള്ള സംഘർഷം. മർക്കോസിന്റെ സുവിശേഷം 2:16 ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവനെ കുറ്റപ്പെടുത്തുക. തോറ അനുസരിച്ച് അതിൻ്റെ കൃത്യമായ വ്യാഖ്യാനം അനുസരിച്ച് തെറ്റാ, പക്ഷേ ഈശോ അതിനപ്പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം 2-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ അവർ ഉന്നയിക്കുന്ന ഈ നിയമജ്ഞർ ഉന്നയിക്കുന്ന ആക്ഷേപം ഇതാണ്: യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരുടെ ശിഷ്യന്മാരും ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. കുറ്റമാ. തോറ അക്ഷരം പ്രതി അനുസരിക്കുന്നവർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യരോ ഉപവസിക്കുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്ന ഒരാത്മീയത ഈശോയും ഈശോയുടെ ശിഷ്യരും ജീവിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ കതിരുകൾ പറിച്ചു തിന്നുന്ന മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെയാണ് ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ സാപത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നു. സാപത്ത് അക്ഷരം പ്രതി വായിക്കുന്ന ഫരിസേയര്. അവിടെയായി ഈശോ പറയുന്നത് 2-ാം അധ്യായം മർക്കോസ് 27-ാമത്തെ വചനം, സാപത്ത് മനുഷ്യനു വേണ്ടിയിട്ടാണ്, അല്ലാതെ മനുഷ്യൻ സാപത്തിനു വേണ്ടിയിട്ടല്ല. ചുരുക്കത്തിൽ നിയമത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ അക്ഷരം പ്രതിയുള്ള അനുസരണം പാലിച്ചിരുന്ന നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ധാർമ്മികതയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ പോയില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയല്ല. ഇതാ ഈശോ തൻ്റെ ശിഷ്യരോട് പറയുന്നത്. ഈ അക്ഷരം പ്രതി അനുസരിക്കുന്ന ആത്മീയതയ്ക്ക് അപ്പുറത്തേക്ക് പോവുക. തോറായുടെ നിയമത്തിൻ്റെ വെളിപാടിൻ്റെ ആത്മീയത, ആന്തരികത, ഉദ്ദേശം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ശരിക്കു പറഞ്ഞാൽ ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് തന്നെ ഇത് പറയുന്നുണ്ട്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നിയമം പ്രവാചകന്മാർ, തോറായും പ്രവാചകന്മാരും അതിനെ പൂർത്തിയാക്കുന്നു. എങ്ങനെ? ഇതിൻ്റെ ബാഹ്യമായ ചിട്ടവട്ടങ്ങളിൽ നിന്നും കടന്ന് അതിൻ്റെ ആന്തരികതയിലേക്ക്, തോറായും പ്രവാചകന്മാരും കൊണ്ടുവരുന്ന ആന്തരികതയിലേക്ക്, ആത്മീയതയിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടാണ്. ചുരുക്കത്തിൽ അക്ഷരത്തെ അല്ല, അതിനപ്പുറത്തുള്ള ആന്തരികതയിലേക്കാണ് ഈശോ ശിഷ്യരെ കൈപിടിച്ച് നടത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലൊരു സന്ദർഭമുണ്ട്. പാപിനിയായ സ്ത്രീയെ പിടിച്ചോണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? തോറ അനുസരിച്ച്, നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാ. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. തോറായുടെ അപ്പുറത്തേക്ക്, നിയമത്തിൻ്റെ അപ്പുറത്തേക്ക്, നിയമത്തെ ഫരിസേയരും നിയമജ്ഞരും കണ്ടിരുന്ന ആ രീതിക്കപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികതയിലേക്ക് ഈശോ കൈപിടിച്ച് നടത്തുന്നു. തോറായുടെ ഹൃദയം കരുണയാണ്, സ്നേഹമാണെന്ന് ഈശോ അടിവരയിട്ട് ജീവിതത്തിലും വാക്കിലും കൂടെ കാണിക്കുന്നു. ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു സന്ദർഭം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വചനത്തിലുണ്ട്. ഒരു മനുഷ്യൻ ഓടി വന്ന് ഈശോയുടെ അടുത്ത് മുട്ടുകുത്തിയിട്ട് ചോദിക്കുക, നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? ഈശോ പറഞ്ഞു, പ്രമാണമല്ല അനുസരിക്കണം. അപ്പോൾ അവൻ പറയുന്നൊരു മറുപടിയുണ്ട്, എല്ലാ പ്രമാണങ്ങളും ചെറുപ്പം മുതൽ കൃത്യമായിട്ട് അനുസരിക്കുന്നു. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള തോറ അനുസരിക്കുന്ന ഒരുത്തനെ സുവിശേഷങ്ങളിലെങ്ങും കാണാനില്ല. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നിയമങ്ങൾ അനുസരിക്കുന്നവൻ, അവനോട് ഈശോ എന്നാ പറയുന്നത്? സൂക്ഷിച്ചു നോക്കിയിട്ട് നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ധാർമ്മികത പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു നിന്നിരിക്കുന്ന ഒരു മനുഷ്യനോടാണ് ഈശോ പറയുന്നത്, അതിനപ്പുറത്തേക്ക് കിടക്കണം, അപ്പുറത്തേക്ക് കിടക്കണം. അതിനപ്പുറത്ത് എന്താണ്? ദരിദ്രനോടുള്ള സ്നേഹവും പങ്കുവെക്കലും യേശുവിൻ്റെ ശിഷ്യത്വവുമാണ്. ഒരു പടിയും കൂടെ കടന്ന് മർക്കോസിൻ്റെ 12-ാം അധ്യായത്തിൽ നിയമജ്ഞൻ തന്നെ ചോദിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട പ്രമാണം എന്താ? ഈശോ പറയുന്നു, സ്നേഹം. അപ്പോൾ അവൻ അതിന് മറുപടി പറയുന്നത് 33-ാമത്തെ വചനത്തിലാണ്, എല്ലാ ദഹന ബലികളെക്കാളും യാഗങ്ങളെക്കാളും പ്രധാനം സ്നേഹമാണ്. ഇതാണ് അടിവരയിടേണ്ടത്.
എല്ലാ ദഹനബലികളും യാഗങ്ങളും അത് പ്രതിനിധീകരിക്കുന്നത് ഈ പറയുന്ന തോറായുടെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തെയാണ്, അക്ഷരാർത്ഥത്തിലുള്ള അനുസരണത്തെയാണ്. അതിനപ്പുറത്തേക്ക് കടക്കണം. അതിനപ്പുറം എന്താണ്? ആന്തരികതയാണ്, സ്നേഹമാണ്. എല്ലാ ദഹനബലികളെക്കാളും യാഗങ്ങളെക്കാളും പ്രധാനം സ്നേഹമാണ്. ഇതാണ് ഈശോ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ധാർമ്മികത, നിങ്ങളുടെ മതജീവിതം ഫരിസയരുടെയും നിയമജ്ഞരുടെയും മതജീവിതത്തെ അതിശയിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു വചനം നിൽക്കുന്നത്. യോഹന്നാൻ 1:17, നിയമം മോശ വഴി നൽകപ്പെട്ടു, എന്നാൽ കൃപയോ യേശുക്രിസ്തു വഴി. നിയമം മോശ വഴി, എന്നാൽ യേശുക്രിസ്തുവോ അതിനപ്പുറത്തേക്ക് കടക്കുകയാണ്. നിയമത്തിൻ്റെ അപ്പുറത്തേക്ക് കൃപ, ഉദാരത, കാരുണ്യം, സ്നേഹം. ഇവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ മതജീവിതക്കാരൻ്റെയും എല്ലാ ഭക്തൻ്റെയും ഉള്ളിൽ ഒരു ഫരിസേയൻ ഉറങ്ങിക്കിടപ്പുണ്ട്, എൻ്റെയും നിങ്ങളുടെയും. അതുകൊണ്ട് തന്നെ ഈ അപകടം, ഏത് ഈശോ കൊണ്ടുവരുന്ന നിയമത്തെപ്പോലും സുവിശേഷത്തെപ്പോലും പുതിയ വാർത്തയെപ്പോലും അക്ഷരശ അങ്ങോട്ട് പാലിക്കാനുള്ള ഒരു പ്രലോഭനം, അതെന്നും ഭക്തൻ്റെ പ്രലോഭനമാണ്. ഈശോ പറയുന്നത് അതിനെ അതിജീവിക്കണം. ഏത്? നിന്റെ ഉള്ളിലെ ഫരിസേയനെ നീ അതിജീവിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന മതജീവിതത്തിൻ്റെ ആന്തരികത ഈശോ പറയുന്നത് എല്ലാ യാഗബലികളെക്കാളും എല്ലാ യാഗങ്ങളെക്കാളും പ്രധാനം സ്നേഹമാണ്. ആന്തരികമായ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും നിന്റെ ജീവിതത്തെ വഴിതിരിച്ചു വിട്ടില്ല എങ്കിൽ, അതിനു പകരം മതജീവിതത്തിൻ്റെ ബാഹ്യങ്ങളിൽ അതിലുടക്കി നിന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഇന്ന് എന്നോട് പറഞ്ഞു തരുന്ന ഈ മതജീവിതത്തിൻ്റെ ആത്മീയത സ്വായത്തമാക്കാനുള്ള കൃപ എനിക്ക് നീ തരണമേ. അക്ഷരത്തെ അനുസരിക്കാനുള്ള അപകടം, ആന്തരികതയെ കൈവിട്ടു പോകാനുള്ള അപകടം, ഈശോയെ അതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. നീയാണല്ലോ അതിനെനിക്ക് വഴികാട്ടിയും മാർഗവും. ഈശോയെ, എല്ലാ മതജീവിതത്തിൻ്റെയും എല്ലാ ആചാരങ്ങളുടെയും ആന്തരികത കാരുണ്യമാണെന്ന് നീയാണ് പഠിപ്പിച്ചത്, സ്നേഹമാണെന്ന് നീയാണ് പഠിപ്പിച്ചത്. അതിനെ കൈവിടാതെ എന്നും മുറുകെ പിടിക്കാനുള്ള കൃപ എനിക്ക് നീ എപ്പോഴും തരണമേ. ആമേൻ. ഈ ഗാനം ആലപിച്ചത് KS ചിത്രയും സംഘവുമാണ്. രചന ചിറ്റൂർ ഗോപി, പിന്നെ സംഗീതം ബ്രദർ റിച്ചർഡ് വിജയൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് MCBS സഭാംഗമായ 4 പറയച്ചൻ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.